Hello everyone, once again welcome back to our channel. So നമ്മൾ ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് നൽകിയ സമയത്ത് നമ്മൾ അറിയിച്ചിരുന്നു PGCSS അഡ്മിഷൻ വിവിധ തരം കോഴ്സുകളിലേക്ക് MSc, MA, അതുപോലെ MCJ, MEd, MTech ഇങ്ങനെയുള്ള ഓരോ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ്റെ 2021 അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നൽകാനുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അനുവദിച്ച് നൽകിയിരിക്കുകയാണ് എന്നുള്ള കാര്യം. സോ നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് റിസർവേഷൻ കാറ്റഗറികളെ പറ്റിയിട്ടും അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്താണ്. സോ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്ലി 31 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് 31 ആണ്. സോ ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് ഓൾറെഡി അറിയാം MA, MSc ഇങ്ങനെയുള്ള കാറ്റഗറിയാണ്. പക്ഷേ ഈ MA, MSc ഇങ്ങനെയുള്ള MSWയിൽ തന്നെ ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് ഓപ്ഷണൽ സബ്ജക്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം. The program in University Department and Centers are as follows: MA, Master of Arts, Arabic Language and Literature, Archaeology, Economics, English Language and Literature, German Language and Literature, Hindi Language and Literature, History, Islamic History, Linguistics, Malayalam Language and Literature, Malayalam Literature, Kerala Studies and Media Studies, MCJ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആണ്. സോ MCJ. ദെൻ മ്യൂസിക്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ റിലേഷൻ ആൻഡ് ഡിപ്ലോമസി, റഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സംസ്കൃത്, ജനറൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സോഷ്യോളജി, തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്. ഇനി MSc മാസ്റ്റർ ഓഫ് സയൻസിൽ ആക്ടോറിയൽ സയൻസ്, അപ്ലൈഡ് സൈക്കോളജി, അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ്, അപ്ലൈഡ് അക്വാകൾച്ചർ, ബയോകെമിസ്ട്രി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ബയോടെക്നോളജി, കെമിസ്ട്രി വിത്ത് computational biology specialization in computer aided drug design, computational biology specialization in NGS data analytics, computer science with specialization in artificial intelligence, data science, demography and biostatistics, environmental science, climate change and disaster management, geology, genetic and plant breeding, integrative biology, zoology, mathematics with finance and computation, physics with specialization in space physics, physics with specialization in renewable energy, statistics, applied statistics and data analytics, zoology poor and applied ആണ്. Then MTech master of technology, MTech computer science with specialization in digital image computing, technology management, electronics and communication, opto electronics and optical communication. Then MBA ആണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ ജനറൽ ആൻഡ് ടൂറിസം. Then MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്സ്, LLM മാസ്റ്റർ ഓഫ് ലോസ്, MEd എഡ്യൂക്കേഷൻ, MCom ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ, MCom റൂറൽ മാനേജ്മെന്റ്. Then MLISC മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ്. സോ ഏതൊക്കെ കോഴ്സുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു സബ്മിഷൻ ഫോമാറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് admission.kerala.university.ac.in എന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ PGCSS എന്ന ഓപ്ഷൻ ടാബ് ഉണ്ടാകും. ആ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന മുമ്പ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മോസില്ല ഫയർഫോക്സും ഗൂഗിൾ ക്രോമുമാണ് വേർഷൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ. സോ ജാവ സ്ക്രിപ്റ്റ് നിങ്ങൾ അതിൽ അനേബിൾ ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം രജിസ്ട്രേഷന് മുമ്പ്. ആൻഡ് ആൾസോ രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ച് നോക്കേണ്ടതാണ്. ഈ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഒരിക്കലും ബാക്കിലേക്ക് പോകാനായിട്ട് പാടില്ല, ബാക്ക് ബട്ടൺ നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല.
മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ടൈമിൽ ഫീസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ജനറൽക്കാർക്ക് 525 രൂപയും SC/ST-കാർക്ക് 265 രൂപയുമാണ്. അഡീഷണൽ സബ്ജക്ട്സിന് ജനറൽക്കാർക്ക് 105 രൂപയും SC/ST-കാർക്ക് 55 രൂപയുമാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ദെൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ്റെ കേസിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ദി കാൻഡിഡേറ്റ് ഹാവ് ടു ഗോ ത്രൂ ദ മാൻഡറ്ററി സ്റ്റെപ്പ് ഗിവൺ ബിലോ ഫോർ ദ സക്സസ്ഫുൾ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. രജിസ്റ്റർ ഹിസ് ഹെർ നെയിം ഇൻ ദ വെബ്സൈറ്റ് ബൈ പ്രൊവൈഡിങ് സം ബേസിക് ഇൻഫോർമേഷൻ. നിങ്ങളുടെ പേര് ബേസിക് ഇൻഫോർമേഷൻസുമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് പേഴ്സണൽ ഡേറ്റ ആസ് വെൽ ആസ് ഡീറ്റെയിൽസ് ഓഫ് ഒബ്റ്റൈൻഡ് പ്രോഗ്രാംസ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. പേയ്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീ ഷുഡ് ബി മെയ്ഡ് ഓൺലൈൻ ഓൺലി. ഓൺലൈനായിട്ട് മാത്രമേ പേയ്മെന്റ് ഉണ്ടായിരിക്കുകയുള്ളൂ, നടത്താൻ പറ്റുകയുള്ളൂ. ലോഗ് ഓൺ ദ കാൻഡിഡേറ്റ് പേജ് ബൈ പ്രൊവൈഡിങ് ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. ദെൻ നിങ്ങളുടെ ഫീ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അടയാളപ്പെടുത്തുക. ദെൻ ആ ഒരു കാൻഡിഡേറ്റ് പേജിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഹോൾ ടിക്കറ്റ്, എക്സാമിനേഷന് മുമ്പായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇവ ഇത്രയുമാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ്റെ കേസിൽ അവർ നോട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ സൈറ്റിൽ രജിസ്റ്ററിങ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് മാർക്ക് CGPA ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇൻ ദ കേസ് ഓഫ് ആർട്സ്, സോഷ്യൽ സയൻസ് ആൻഡ് ഓപ്ഷൻ ഫോർ വേരിയസ് പ്രോഗ്രാംസ്. Final year degree candidate who are awaiting results can also apply, but such candidates should upload their marks CGPA on or before the last date for uploading marks. Then പേയ്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീ ഷൂട്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫീ റെമിറ്റൻസ് എങ്ങനെയാണ്, ഫീ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയാണ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട് PGക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബേസ് ചെയ്തെടുത്തോളം നേറ്റിവിറ്റി, കാൻഡിഡേറ്റ് ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ ഇന്റലിജൻസ് ഇൻ റാഗിങ് ആസ് ഡിസ്ക്വാളിഫിക്കേഷൻ. മുമ്പ് പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റാഗിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസ്പെക്റ്റിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു ടൈമിൽ പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് കടത്തിവിടുന്ന ആയിരിക്കില്ല. ഓക്കെ, ദെൻ അക്കാഡമിക് എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ PG പ്രോഗ്രാംസിന് സ്റ്റുഡൻസ് ഹു ഹാവ് പോസ്റ്റ് 10 +2 or degree scheme and obtained a bachelor degree from the University of Kerala or a degree recognized as equivalent thereto and who have secured the following shall be eligible for admission to PG programs. 10 +2 അതുപോലെ ഡിഗ്രി നിങ്ങൾ പാസ് ആയിരിക്കണം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന്. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നല്ല എന്നുണ്ടെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. PG പ്രോഗ്രാമിൻ്റെ കേസിൽ CGPA of 2 or above in a 4-point scale or 3.5 or above in a 7-point scale or 5 or above in a 10-point scale or 50% or above in case of bachelor degree which award marks. Then relaxation of candidate from SC/ST category shall be as follows, like CGPA of 1.8 or above in a 4-point scale, 3.15 or above in a 7-point scale, 4.5 or above in a 10-point scale, 45% or above in case of bachelor degree which award make. Then പറഞ്ഞിട്ടുള്ള പോയിന്റ്, candidate shall hold bachelor degree in subject specified in schedule 1 for admission to corresponding PG program. The CSSAC shall be competent to recommend revision to ensure one from time to time recommendation of the department council. Candidate who have returned the bachelor degree examination and awaiting result can also apply. നിങ്ങൾ ഡിഗ്രി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എക്സാം റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു പ്രശ്നം. റിസൾട്ട് വന്നില്ല, ജയിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല എന്നത് ഒരു പ്രശ്നമല്ല അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ. സോ നിങ്ങൾക്ക് ഷുവറായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Any candidate admitted to a PG program of this university in any subject in earlier years shall be eligible to apply for admission to any PG programs. Multiple application, a candidate may apply for a maximum of 3 PG programs at a time.
3 PG പ്രോഗ്രാംസിന് അറ്റ് എ ടൈം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Then choice of optional subject ആണ്. The optional subject for the PG program should be the same as the one which the student has selected as core course for graduation or the main subject for graduation conventionally recognized to be coming under the optional chosen. In case the core course is different from the program obtained for admission, the eligibility will be decided as per the existing rule of the university. Then അവർ പറഞ്ഞിട്ടുള്ളത് ഓരോ കോഴ്സിനും MA പൊളിറ്റിക്കൽ സയൻസ്, MA തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MCG, MEd, MSc ഇങ്ങനെയുള്ള ഓരോ കോഴ്സുകൾക്കും നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കോഴ്സുകൾക്ക് അല്ലെങ്കിൽ MA, MSc ഇതുപോലെയുള്ള കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ഗ്രേഡ് പോയിന്റ്സ് മാർക്ക് ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. PG പ്രോഗ്രാംസിനാണ് എന്നുണ്ടെങ്കിൽ SC ST കാറ്റഗറിക്കാർ CGPA of 1.8 or above in 4-point scale, B 3.15 or above in 7-point scale. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 45% or above in case of bachelor degree which award marks. SC BC കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ CGPA of 1.92 or above in a 4-point scale, 3.36 or above in a 7-point scale, 4.80 or above in a 10-point scale, 48% or above in case of bachelor degree which award marks. 31st വരെയാണ്, ഈ ഒരു മെയ് 31st വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഫിൽ ചെയ്ത് നൽകുക. ആ ഫിൽ ചെയ്ത് നൽകുന്ന സമയത്ത് റിസർവേഷൻ കാറ്റഗറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധാപൂർവ്വം വേണം നിങ്ങൾ നൽകാനായിട്ട്. സോ റിസർവേഷൻ കാറ്റഗറീസിൻ്റെ കാര്യങ്ങളൊക്കെ, സ്പോർട്സ് കോട്ടയും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ആൾസോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവ മാത്രമല്ല, ഓരോ കോഴ്സുകളുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അതായത് MA ബേസ് ചെയ്ത് MA ഇംഗ്ലീഷ് ആയിക്കോട്ടെ, MA മലയാളം ആയിക്കോട്ടെ, വാട്ട് എവർ, ഓരോ കോഴ്സുകൾക്കും അതിൻ്റെതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസം നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ആൾസോ ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് വെച്ചിട്ടാണ് എക്സാമിനേഷൻസ് നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ബട്ട് ഈ പറഞ്ഞ 3 സെൻറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 1000 പേരിൽ കുറവാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്റേഴ്സ്, ഈ പറഞ്ഞ 3 സെൻറ്റേഴ്സിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ ക്യാൻസൽ ചെയ്യും. 1000 പേര് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സെൻറ്റേഴ്സുകൾ, ഈ 3 സെൻറ്റേഴ്സും അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ്. PG എൻട്രൻസ് ടെസ്റ്റ് എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ പറയാം. കാരണം ആ ഒരു ഡേറ്റ് നമുക്ക് എപ്പോഴും കൺഫേംഡ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ചേഞ്ചസ് വരാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിലും നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.